ആലപ്പുഴയിലെ വേമ്പനാട്ടുകായലിൻ്റെ ഓളങ്ങൾ പോലെ ശാന്തമായിരുന്നു മാധവൻ മാഷിൻ്റെയും സാവിത്രി അമ്മയുടെയും ജീവിതം. പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന മാധവം എന്ന തറവാട് ആ ദേശത്തെ തന്നെ ഐശ്വര്യമായിരുന്നു. ബാങ്കിലെ കണക്കുകൾക്കപ്പുറം മനുഷ്യരുടെ മനസ്സ് വായിക്കാൻ പഠിച്ച മാനേജരായിരുന്നു മാധവൻ. വിരമിച്ച ശേഷം സാവിത്രിയുടെ സ്നേഹപരിചരണങ്ങളിലും വായനയിലും അദ്ദേഹം സമയം കണ്ടെത്തി. എങ്കിലും ആ വലിയ വീട്ടിലെ നിശബ്ദത ഇടയ്ക്കൊക്കെ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഏക മകൻ അരുൺ MBA കഴിഞ്ഞ് ലണ്ടനിൽ ഉന്നത ഉദ്യോഗസ്ഥനായി മാറിയപ്പോൾ ആ അച്ഛനും അമ്മയും അഭിമാനിച്ചു. പക്ഷേ കാലം കടന്നുപോയപ്പോൾ ലണ്ടനിലെ തിരക്കുകൾക്കിടയിൽ അരുണിൻ്റെ വിളികൾ കുറഞ്ഞു. അവിടെ വെച്ച് അവൻ പ്രിയയെ വിവാഹം കഴിച്ചു. കൊച്ചുമക്കളുണ്ടായി. അവരെ കാണുക എന്നത് മാധവൻ്റെയും സാവിത്രിയുടെയും തീരാത്ത ഒരാഗ്രഹമായിരുന്നു. സാവിത്രി, ഞാൻ പോയി വരാം. നിനക്ക് വയ്യായ്ക ഉള്ളത് കൊണ്ടല്ലേ? നമ്മുടെ കൊച്ചുമക്കളെ കണ്ട് അവരുടെ വിശേഷങ്ങളുമായി ഞാൻ വേഗം വരും. ലണ്ടനിലേക്കുള്ള വിമാനം കയറുമ്പോൾ മാധവൻ സാവിത്രിയോട് പറഞ്ഞു. ആ കണ്ണുകളിലെ തിളക്കം മക്കളെ കാണാനുള്ള ഒരു കൊതി മാത്രമായിരുന്നു. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മാധവനെ വരവേറ്റത് അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ് മാത്രമായിരുന്നില്ല, മകൻ്റെയും മരുമകളുടെയും പെരുമാറ്റത്തിലെ തണുപ്പ് കൂടിയായിരുന്നു. അരുൺ തിരക്കിൻ്റെ വേഷമണിഞ്ഞു നിന്നു. പ്രിയയാകട്ടെ ഉപചാരപൂർവ്വം ചിരിച്ചെങ്കിലും ആ ചിരിക്ക് ഒരു ജീവനുണ്ടായിരുന്നില്ല. അവരുടെ ആഡംബര ഫ്ലാറ്റിലെത്തിയ മാധവൻ കൊച്ചുമക്കളെ വാരി പുണരാൻ ചെന്നു. എന്നാൽ ഹൂ ഈസ് ദിസ് ഓൾഡ് മാൻ എന്ന ഭാവത്തിൽ അവർ അകത്തുമാറി. പാശ്ചാത്യ സംസ്കാരത്തിൽ വളർന്ന ആ കുട്ടികൾക്ക് മുത്തശ്ശൻ എന്നത് കൗതുകം മാത്രമായിരുന്നു. മലയാളം സംസാരിക്കാനോ സ്നേഹത്തോടെ ഒന്ന് അടുത്തിരിക്കാനോ അവർ തയ്യാറായില്ല. ദിവസങ്ങൾ കടന്നുപോയി. അരുണും പ്രിയയും പാർട്ടികളിലും ബിസിനസ് ചർച്ചകളിലും മുഴങ്ങി. മാധവൻ ആ വലിയ നഗരത്തിലെ ഫ്ലാറ്റിൽ തടവുകാരനെ പോലെയായി. സാവിത്രിക്ക് ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹം കള്ളം പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ് സാവിത്രി. ലണ്ടനിലെ മഞ്ഞു വീഴുന്ന ഒരു ഞായറാഴ്ച രാത്രി, ഡൈനിങ് ടേബിളിൽ സ്പൂണുകളും പാത്രങ്ങളും കൂട്ടിമുട്ടുന്ന ശബ്ദം മാത്രം. അന്തരീക്ഷത്തിൽ കനത്ത ഒരു മൗനം തളം കെട്ടി നിന്നു. അത്താഴത്തിനിടയിൽ പ്രിയ അരുണിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ എന്തോ ഒരു തീരുമാനമുണ്ടായിരുന്നു. അച്ഛാ, പ്രിയയുടെ ശബ്ദത്തിൽ അസ്വാഭാവികമായ ഒരു മർദ്ദവും. അരുണിന് ബിസിനസ്സിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് ഒരവസരം വന്നിട്ടുണ്ട്. പക്ഷേ അതിന് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ അവസരം കളഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. മാധവൻ ചോറ് കഴിക്കുന്നത് നിർത്തി മകനെ നോക്കി. അരുൺ തലകുനിച്ചിരിക്കുകയായിരുന്നു. നല്ല കാര്യമാണല്ലോ മോളെ, അരുണിൻ്റെ വളർച്ചയാണല്ലോ ഞങ്ങളുടെയും സന്തോഷം. പക്ഷേ പെട്ടെന്ന് ഇത്രയും പണം കണ്ടെത്താൻ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ പെൻഷൻ സേവിങ്സ് ബാങ്കിലുള്ളത് കൂട്ടിയാലും ഒന്നും ആകില്ല അച്ഛ. പ്രിയ ഇടയ്ക്ക് കയറി. ശബ്ദത്തിന് അല്പം കട്ടി കൂടി. ഞങ്ങൾ മറ്റൊരു വഴി ആലോചിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ ആ തറവാടും പറമ്പും അതൊരു ബാധ്യതയല്ലേ അച്ഛ? വർഷത്തിൽ ഒരിക്കൽ മാത്രം അറ്റകുറ്റപ്പണി നടത്താൻ ലക്ഷങ്ങൾ ചെലവാക്കുന്നു. നമുക്കത് വിൽക്കാം. മാധവന്റെ നെഞ്ചിലൊരു ഇടിമുഴക്കമുണ്ടായി. കയ്യിലിരുന്ന ചോറുരുള പാത്രത്തിലേക്ക് തന്നെ വീണു. എന്താ മോളെ ഈ പറയുന്നത്? മാധവം വിൽക്കാനോ? എൻ്റെ അച്ഛനപ്പൂപ്പന്മാരായി കൈമാറി വന്ന മണ്ണാണ്. സാവിത്രിയുടെ വിയർപ്പും കണ്ണീരും വീണ വീട്. ഞങ്ങളുടെ ഓർമ്മകളും ജീവനും അതിലാണ്. ഓർമ്മകൾ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല അച്ഛ. പ്രിയയുടെ സ്വരം പരുഷമായി. അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ലണ്ടനിൽ അത്യാഡംബരമായി ജീവിക്കാൻ അവസരമുള്ളപ്പോൾ എന്തിനാണ് നാട്ടിലെ ആ പഴഞ്ചൻ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? അമ്മയെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ വീട് വിറ്റാൽ കോടികൾ കിട്ടും. മാധവൻ സഹായത്തിനായി അരുണിനെ നോക്കി. അരുൺ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കും ആ വീട് വെറുമൊരു കച്ചവട വസ്തു മാത്രമാണോ? അരുൺ മുഖമുയർത്തി. പക്ഷേ ആ കണ്ണുകളിൽ കുറ്റബോധത്തേക്കാൾ നിസ്സംഗതയായിരുന്നു. അച്ഛാ, പ്രിയ പറയുന്നത് പ്രാക്ടിക്കലായ കാര്യമാണ്. ആ വീട് നോക്കി നടത്താൻ ആരുമില്ല. വിൽക്കുന്നതാണ് ബുദ്ധി. മാധവന്റെ കണ്ണ് നിറഞ്ഞു. ബുദ്ധിയല്ല മക്കളെ, ഹൃദയമാണ് വീട്. ഞാനും സാവിത്രിയും മരിക്കുന്നതുവരെ ആ വീട് വിൽക്കില്ല. ഞങ്ങളുടെ ചിത എരിയേണ്ടത് ആ പറമ്പിലാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, മാധവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇത് കേട്ട പ്രിയ കോപം കൊണ്ട് വിറച്ചു. നിങ്ങളുടെ ഈ വാശിയാണ് അരുണിൻ്റെ വളർച്ച തടയുന്നത്. വയസ്സുകാലത്ത് വെറുതെ ശല്യമായിട്ട്. അവൾ കഴിച്ചുകൊണ്ടിരുന്ന പാത്രം തട്ടിമാറ്റി എഴുന്നേറ്റുപോയി. പാത്രം തറയിൽ വീണ് പൊട്ടുന്ന ശബ്ദം മാധവന്റെ ഹൃദയം തകരുന്ന ശബ്ദം പോലെയായിരുന്നു. അന്ന് രാത്രി ആരും ഉറങ്ങിയില്ല.
മാധവൻ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട വീടിനെ ഓർത്ത്. ആലപ്പുഴയിലെ സ്വത്ത് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ പ്രിയയുടെ പക ആളിക്കത്തി. മാധവനെ ആ വീട്ടിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാൻ അവൾ തീരുമാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിലെ അന്തരീക്ഷം ശ്വാസം മുട്ടുന്നത് പോലെയായിരുന്നു. മാധവനോട് ആരും മിണ്ടാതായി. ഒരു ദിവസം വൈകുന്നേരം അരുൺ ഓഫീസിൽ നിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് മുകളിലെ നിലയിൽ നിന്ന് പ്രിയയുടെ അലർച്ച കേട്ടു. അരുൺ, എൻ്റെ ഡയമണ്ട് റിങ് അത് കാണാനില്ല. എല്ലാവരും ഓടി മുകളിലെത്തി. പ്രിയ അലമാരയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെയാണ് വെച്ചത്. ഈ വീട്ടിൽ പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല, പിന്നെ ആരെടുക്കാനാണ്? പ്രിയ അരുണിനെ നോക്കി അർത്ഥഗർത്തമായി ചോദിച്ചു. അവളുടെ നോട്ടം ചെന്നെത്തിയത് മുറിവാതിലിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന മാധവനിലേക്കാണ്. അച്ഛാ, അരുണിന്റെ സ്വരത്തിൽ സംശയത്തിന്റെ നിഴൽ വീണു. അച്ഛൻ പ്രിയയുടെ മുറിയിൽ വന്നിരുന്നോ? ആ ചോദ്യം മാധവനെ പിടിച്ചുലച്ചു. സ്വന്തം മകൻ തന്നെ കള്ളനായി സംശയിക്കുന്നു. ഇല്ല മോനെ, ഞാൻ എന്തിനാ അവിടേക്ക് വരുന്നത്? എനിക്ക് പണത്തിന് ആവശ്യമില്ലല്ലോ. മാധവൻ വിറയ്ക്കുന്ന കൈകൾ കൂപ്പി പറഞ്ഞു. ആർക്കറിയാം, പ്രിയ പുച്ഛത്തോടെ പറഞ്ഞു. നാട്ടിൽ പോകാൻ പണം ചോദിച്ചിട്ട് അരുൺ കൊടുത്തില്ലല്ലോ. അതിൻ്റെ ദേഷ്യത്തിനെടുത്തതാണെങ്കിലോ? നമുക്ക് ചെക്ക് ചെയ്യണം. അച്ഛൻ്റെ ബാഗ് പരിശോധിക്കണം. വേണ്ട മോളെ, എന്നെ അപമാനിക്കരുത്, മാധവൻ കേണു പറഞ്ഞു. പക്ഷേ പ്രിയ വകവെച്ചില്ല. അവൾ നിർബന്ധിച്ച് മാധവൻ്റെ മുറിയിൽ കയറി. അദ്ദേഹത്തിൻ്റെ പഴയ ട്രാവൽ ബാഗ് തുറന്നു. തുണികൾക്കിടയിൽ നിന്ന് തിളങ്ങുന്ന ആ വജ്രമോതിരം അവൾ വലിച്ചെടുത്തു. അത് അവൾ തന്നെ നേരത്തെ ആ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. കണ്ടോ, ഇതാണ് നിങ്ങളുടെ അച്ഛൻ, സ്വന്തം മരുമകളുടെ ആഭരണം മോഷ്ടിച്ച കള്ളൻ. പ്രിയ അരുണിന് നേരെ മോതിരം നീട്ടി. അരുൺ തരിച്ചുപോയി. അച്ഛനെ നോക്കിയപ്പോൾ അവന് അറപ്പ് തോന്നി. അച്ഛാ, ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയല്ലോ. അല്ല മോനെ, ഞാൻ എടുത്തിട്ടില്ല. സത്യമായിട്ടും എനിക്കറിയില്ല. മാധവൻ പൊട്ടിക്കരഞ്ഞു. പക്ഷേ അതാരും കേട്ടില്ല. പ്രിയ ഉടനെ പോലീസിനെ വിളിച്ചു. സൈറൻ മുഴക്കി ലണ്ടൻ പോലീസ് ആ ഫ്ലാറ്റിന്റെ മുന്നിലെത്തി. അയൽക്കാർ നോക്കി നിൽക്കെ ഒരു കൊടും കുറ്റവാളിയെ പോലെ മാധവനെ അവർ പിടിച്ചുകൊണ്ടുപോയി. മകന്റെയും മരുമകളുടെയും ക്രൂരതയ്ക്ക് മുന്നിൽ നിസ്സഹായനായി തലകുനിച്ച് കണ്ണീർ വാർത്ത് അദ്ദേഹം പോലീസ് വണ്ടിയിൽ കയറി. ആ നിമിഷം അദ്ദേഹം മരിച്ചു തുടങ്ങിയിരുന്നു. ആ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു സുജ. വർഷങ്ങൾക്ക് മുൻപ് നേഴ്സിംഗ് പഠിക്കാൻ വന്ന് പണം തികയാതെ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കേണ്ടി വന്ന പാവം മലയാളി പെൺകുട്ടി. പണ്ട് നാട്ടിൽ വെച്ച് അവളുടെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് മാധവൻ സാർ സഹായിച്ചത് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. മാധവൻ സാറിനെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാനായില്ല. അവൾ അരുണിൻ്റെ മുന്നിലെത്തി. സാർ, അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. അദ്ദേഹം നിരപരാധിയാണ്. നീ എന്താ സുജ ഈ പറയുന്നത്? തൊണ്ടി മുതൽ ബാഗിൽ നിന്ന് കിട്ടിയില്ലേ? അരുൺ ദേഷ്യപ്പെട്ടു. അത് മേഡം വെച്ചതാണ് സാർ. ഇന്നലെ വൈകുന്നേരം അച്ഛൻ കുളിക്കാൻ പോയപ്പോൾ മേഡം ആ മുറിയിൽ കയറുന്നതും ബാഗിൽ എന്തോ തിരയുന്നതും ഞാൻ കണ്ടു. ഈ വീട്ടിലെ ഹാളിലെ CCTV ക്യാമറയിൽ അത് പതിഞ്ഞിട്ടുണ്ടാകും. സാർ അതൊന്ന് പരിശോധിക്കൂ. ഇല്ലെങ്കിൽ ഞാൻ പോലീസിൽ പോയി സത്യം പറയും. അരുൺ ആകെ ഞെട്ടിപ്പോയി. അവൻ വേഗം ലാപ്ടോപ്പ് എടുത്ത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. സുജ പറഞ്ഞത് സത്യമായിരുന്നു. പ്രിയയുടെ ക്രൂരത കണ്ട് അവൻ തകർന്നുപോയി. അരുൺ പ്രിയയെ വിളിച്ചു വരുത്തി. ദൃശ്യങ്ങൾ കണ്ടതോടെ പ്രിയ ഭയന്നു വിറച്ചു. എൻ്റെ അച്ഛനെയാണ് നീ കള്ളനാക്കിയത്. പണത്തിനു വേണ്ടി നീ ഇത്രയും തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. അരുൺ പൊട്ടിക്കരഞ്ഞു. അവൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അഴിക്കുള്ളിൽ തണുത്തുറഞ്ഞ നിലത്തിരിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അരുണിൻ്റെ ഹൃദയം പിടഞ്ഞു. പരാതി പിൻവലിച്ച് അച്ഛനെ പുറത്തിറക്കി. ആ അച്ഛൻ്റെ കാലിൽ വീണ് അവൻ മാപ്പ് പറഞ്ഞു. ക്ഷമിക്കണം അച്ഛാ, പണത്തിൻ്റെ ലഹരിയിൽ ഞാനെല്ലാം മറന്നുപോയി. വീട്ടിലെത്തിയ മാധവനെ നേരിടാൻ പ്രിയയ്ക്ക് ശക്തിയില്ലായിരുന്നു. പക്ഷേ മാധവൻ അവളെ അടുത്തു വിളിച്ചു. മോളെ, തെറ്റ് പറ്റാത്തവരെ ആരുമില്ല. പക്ഷേ പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ചിലതുണ്ട്. സ്നേഹം, വിശ്വാസം, അത് കളയരുത്. ആ വാക്കുകൾ പ്രിയയുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഉരുക്കിക്കളഞ്ഞു. അവളും ആ അച്ഛൻ്റെ കാൽക്കൽ വീണു കരഞ്ഞു. അടുത്ത ആഴ്ച തന്നെ അവർ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. അരുണും പ്രിയയും കുട്ടികളും മാധവനോടൊപ്പം പോകാൻ തീരുമാനിച്ചു. ലണ്ടനിലെ ആഡംബര ജീവിതത്തേക്കാൾ വലുത് കുടുംബമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കൂടെ മകളെപ്പോലെ സുജയും ഉണ്ടായിരുന്നു. ആലപ്പുഴയിലെ തറവാട്ടുമുറ്റത്ത് കാർ വന്നു നിന്നപ്പോൾ ഉമ്മറത്ത് കാത്തിരുന്ന സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. കൊച്ചുമക്കൾ ഓടിച്ചെന്ന് പാട്ടിയെ കെട്ടിപ്പിടിച്ചു. മാധവൻ സാവിത്രിയുടെ അരികിലെത്തി പറഞ്ഞു, ഞാൻ വന്നില്ലേ സാവിത്രി, നമ്മുടെ മക്കളെയും കൂട്ടി. കായലിൽ നിന്ന് വീശിയ കാറ്റിന്
അപ്പോൾ വല്ലാത്തൊരു കുളിർമയുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്നേഹം പലിശ സഹിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആ കുടുംബം. മരത്തിന് എത്ര ഉയരത്തിൽ വളരണമെങ്കിലും വേരുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങിയാലേ തീരൂ. അതുപോലെ തന്നെയാണ് മനുഷ്യനും. കുടുംബവും മാതാപിതാക്കളുമാണ് നമ്മുടെ വേരുകൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. മറ്റൊരു പുതിയ സ്റ്റോറിയുമായി വീണ്ടും കാണാം. താങ്ക് യു. Free audio post-production by alphonic.com.